ഹായ് ഗൈസ്, സുഖമില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഞാനിത് കഞ്ഞി വൈകുന്നേരം കഞ്ഞി ഉണ്ടാക്കും. പണ്ടത്തെ ആളുകളൊക്കെ കഞ്ഞി വയ്ക്കാറുണ്ട്, ഇപ്പൊക്കെ കഞ്ഞിയൊക്കെ മറന്നുപോയി. ഞങ്ങൾ കഞ്ഞി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞിക്ക് നമ്മൾ ഇന്ന് ചക്ക ഉപ്പേരി, ഞങ്ങൾ ചക്ക തോരന്നല്ല ഇവിടെ പറയും, ചക്ക ഉപ്പേരി. നിങ്ങളൊക്കെ എങ്ങനെയാ പറയുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഇത് ചക്ക അരിഞ്ഞു വെച്ചിട്ടാണ് കഴുകി. പിന്നെ ചക്കയ്ക്ക് ഉള്ളി, ഇത് ചക്കക്കുരു ഇട്ടാ. ഈ ചക്കക്കുരു ഇതിനകത്തിട്ട സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. പിന്നെ ഉള്ളി ഒരു 10-15 ഉള്ളിയുണ്ട്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിന് മറ്റേ വറ്റൽമുളകില്ലേ അതിനെ ഒന്ന് ക്രസ് ചെയ്തെടുത്തതാ പൊടിച്ചു. ഇതിൽ കുറച്ച് ഞാൻ ലേശം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, അത് നല്ലതാ. ഉപ്പ് പാകത്തിന്, പിന്നെ കരിവേപ്പില. അപ്പോൾ ഇതുകളെല്ലാം ഞാൻ ചതച്ച് വെച്ചിട്ട് ഇതെല്ലാം വേവിച്ച് കൊണ്ടുവന്ന് ആദ്യം വേവിക്കണത്, എന്നിട്ട് നമുക്ക് കറി കാച്ചുന്നത് എങ്ങനെയാണ് റെഡിയാക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. ചക്ക വേവിച്ചു, ചക്കക്കുരുവൊക്കെ ഇട്ട് വേവിച്ചു. ചക്കക്കുരു നേരത്തെ ഒരു 2 മിനിറ്റ് വേവിക്കണം, എന്നിട്ട് ചക്ക ഇടാവോ. എന്നിട്ട് മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് പിന്നെ ഉപ്പ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. തേങ്ങ ഒരു പിടി എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചില്ല. പിന്നെ വേപ്പില, പിന്നെ ഉള്ളിയും വെളുത്തുള്ളി ചതച്ചു കേട്ടാ. അതപ്പോൾ ഞാൻ ഇവിടെ ഇടാം. എന്ത് ചെയ്യുമ്പോഴും തീ കുറച്ച് വെച്ചോളൂ, പെട്ടെന്ന് കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളിത് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇട്ട് ചക്കത്തോരൻ എന്നാണ് അവിടെ അകലയിലുള്ള ആളുകൾ ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളിവിടെയൊക്കെ പറയുന്നത് ചക്കപ്പേരി. ഞാൻ ഇങ്ങനെ വയ്ക്കുക, ചിലവർ തേങ്ങ ഇടില്ല കഴിച്ച്, ഞാൻ തേങ്ങ ഇടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഈ ഉള്ളി ഉണ്ടല്ലോ ഇതിൽ ഒപ്പം ഇടും തേങ്ങ. അപ്പോൾ ഈ തേങ്ങ ഇതിൽ കിടന്ന് മുരിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണയിൽ ഇത് നമ്മളിത് വറുത്തെടുക്കുമ്പോൾ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും. ഗോൾഡൻ കളർ വരെയും ഇതിന് നമ്മൾ കുക്ക് ചെയ്യണം. ഓക്കെ, നോക്കിക്കോളൂ. ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്ക് ചക്ക കിട്ടില്ല. അഥവാ കിട്ടുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ ഈസി ആയിട്ട് ചെയ്യാനുള്ളൂ. ഉള്ളിയും വെളുത്തുള്ളി എടുത്ത് ചതയ്ക്കാം, വെളിച്ചെണ്ണ വെച്ച് ചൂടാകുമ്പോൾ അതിലിടാം. പിന്നെ ഇത് തേങ്ങ 2 പൊടി എടുത്തിടാം. ഇതിന് നന്നായിട്ട് വൈകുന്നേരം കഞ്ഞി വെച്ച് നമുക്ക് ഈ കഞ്ഞിയോടൊപ്പം നമ്മൾ ഈ ഒരു തോരൻ, എന്തെങ്കിലും തോരനുണ്ട്. ചക്കപ്പൊരി തന്നെ ഞാനിപ്പോൾ ഇത് കാണിച്ചെന്നുള്ളൂ, എല്ലാവർക്കും ഇഷ്ടമുള്ള. ഇപ്പം ചക്കയുടെ സീസൺ കഴിഞ്ഞു, എന്നിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അന്നേരം എൻ്റെ കൂട്ടുകാർ തന്നതാണ്. അപ്പോൾ ചക്ക കറി, തോരൻ, ഉപ്പേരി, അത് കഴിഞ്ഞിട്ട് ഒരു പപ്പടം, പിന്നെ വേണമെങ്കിൽ ഉണക്കമീൻ അല്ലെങ്കിൽ അച്ചാറ്, ഇങ്ങനെയൊക്കെ നമുക്ക് സൈഡായിട്ട് ഇതിൽ ഉപയോഗിക്കാം. അപ്പോൾ സൂപ്പറാണ്. വൈകുന്നേരം കഞ്ഞും ഒരു ഉപ്പേരിയും വെച്ചാലും. ഞാൻ നിങ്ങളോട് പച്ചപ്പയറില്ലേ അത് കറി വെച്ച് കാണിക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പോഴേക്കും എനിക്ക് ചക്ക കിട്ടി. അപ്പോൾ ചക്ക കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ചക്ക കാണിക്കാം ഗൈസ് നിങ്ങൾക്ക് എല്ലാവരും വെച്ച് നോക്കണം. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടണം. ഇപ്പം ഇന്നൊരു പയ്യൻ, എൻ്റെ ഒരു കസീനാണ്. അപ്പോൾ അവൻ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടല്ലോ, ഇന്ന് അവൻ അത് പരീക്ഷിച്ചു ഇത്രേ. അപ്പോൾ ആൻറ്റി സൂപ്പറാണ് ആൻറ്റി, ഇനി ഇതുപോലെ വീഡിയോസ് ചെയ്യണേന്ന്. അപ്പം അതുപോലെ നിങ്ങളും നോക്കണം. നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ വന്ന് മെസ്സഞ്ചറിൽ വന്ന് മെസ്സേജ് വിടുമ്പോൾ ഇടാതെ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇതുപോലെ കാണുമ്പോൾ എങ്ങനെയുണ്ട്, നല്ലതാണോ, സൂപ്പറാണോ, അല്ലെങ്കിൽ നിങ്ങൾ വെച്ച് നോക്കണം. വെച്ച് നോക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. തീ പതുക്കെ കൂട്ടി കൊടുക്കാം. നല്ലോണം കുറച്ചിട്ടുണ്ട് ഞാൻ, ഒരു സമയം എടുക്കും. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ, ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് അപ്പോഴാണ് നമ്മൾ വേപ്പില ഇടുക. എന്നുവെച്ചാൽ മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞതിൻ്റെ മണം എല്ലാം പോയി കിട്ടും. അപ്പോഴാണ് അതിൻ്റെ മണം സ്മെല്ല് ഉണ്ടാവുള്ളൂ. വേപ്പിലയുടെ ഒരു കരിഞ്ഞു പോയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോഴാണ് നമ്മളിത് ഈ കുത്തി വെച്ചിരിക്കുന്ന മുളക് പൊടി, ഇത് ഞാൻ മുളക് എടുത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഇതിനെ ഞാൻ പൊടിച്ചെടുത്തതാണ് കഴിച്ച്. പിന്നെ ഞാൻ കുറച്ച് ഇതിൽ മറ്റേ പൗഡറില്ലേ, ചില്ലി പൗഡർ ഇടുന്നത്, കാശ്മീർ പൊടി, അത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കാറുണ്ട്. എല്ലാം ഞാൻ വീട്ടിലുണ്ടാക്കി വെക്കുള്ളൂ. ഒന്നും ഞാൻ കടയിൽ നിന്ന് റെഡിമെയ്ഡുകളൊന്നും മേടിക്കാറില്ല. പിന്നെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു മസാലപ്പൊടി 3 തരം കാണിക്കണമെന്നുണ്ട്. സാമ്പാർ പൊടി, ചിക്കൻ മസാലപ്പൊടി, പിന്നെ ബീഫിൻ്റെ, അതൊക്കെ കാണിക്കണമെന്നുണ്ട്. കുറേ വീഡിയോസ് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് ഇത് പറഞ്ഞ എല്ലാം നേരം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് സുമേനെ വിളിച്ച്, വീഡിയോ എടുക്കുന്ന ആളെ വിളിച്ച് നമ്മൾ എടുക്കും.
സുമ ഇന്ന് കൊല്ലത്ത് പോയിക്കായിരുന്നു ഇന്നലെ. അവള് വന്നിട്ട് അവള് ടയർഡാണ്, എന്നാലും അവള് വിളിച്ചപ്പോൾ വന്നു പാവം. ഇന്ന് ഞങ്ങൾക്ക് കഞ്ഞിയാണ്, സുമയ്ക്കും എനിക്കും മോൾക്കും. മോൻ പോയി ജോലിക്ക്, ഞങ്ങൾ രണ്ടാളും മൂന്നാളും കഞ്ഞി കുടിക്കും വൈകിട്ട്. കഞ്ഞി ഞാൻ അങ്ങനെ കഞ്ഞി വൈകിട്ട് കുടിക്കാറില്ല, ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ. പക്ഷെ കഞ്ഞി എപ്പോഴും നല്ലതാ. വൈകുന്നേരം വെച്ചു വാരി പുറത്ത് പോയി കണ്ണിയാണ്ട് ഫുഡൊക്കെ കഴിക്കണേക്കാളും നല്ലത് വീട്ടിൽ നമുക്കൊരു കഞ്ഞി വെക്കാം. പിന്നെ എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടാക്കുക, ഒരു പപ്പടം കാച്ച, ഒരു അച്ചാറുണ്ടെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് ചൂട്ടോട് കഴിക്കണം കഞ്ഞി. തോരൻ വെച്ച് പച്ചപ്പയറ്, നമ്മുടെ പച്ചപ്പയറില്ല, സോറി, നമ്മുടെ ചെറുപയറില്ലേ, സ്പെഷ്യലത് കഴിച്ചു. അതായത് തോരവും കറി വെച്ച് ഉപ്പരി വെച്ച് കഞ്ഞി വെച്ച് വൈകുന്നേരം കഴിക്കണ്ടല്ലോ. ഞങ്ങൾ പണ്ട് ഞാൻ ഓർക്കും, എൻ്റെ അമ്മാമ്മ ഇങ്ങനെ വെച്ചിട്ട് ചൂട്ടോടെ എല്ലാം മേശപ്പുറത്ത് വയ്ക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് കഞ്ഞി കുടിക്കുന്ന ഒരു ഓർമ്മ. അതൊക്കെ കഴിഞ്ഞ കാലങ്ങളാണ്. ഇപ്പൊക്കെ ആര് ചെയ്യണ്? ഇപ്പൊക്കെ വൈകുന്നേരം നേരത്ത് ഒരാളും ഇതുപോലെ ഒന്നും ഒരുക്കില്ല. കാരണം എന്തെങ്കിലും ഒപ്പിച്ച് തട്ടിക്കൂട്ടി ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. കൃത്യമായിട്ട് ഫുഡിന്റെ കാര്യങ്ങൾ നോക്കണവരും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു 35 വയസ്സ് കഴിഞ്ഞാല് പല പല രോഗങ്ങളാണ് ഗൈസ്. അപ്പൊ അതിനെല്ലാം നമ്മൾ ഇതിങ്ങനെ വീട്ടിൽ വെക്കുന്ന കഞ്ഞോ ഫുഡോ എന്തെങ്കിലും കറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നമ്മൾ വേറൊന്നും അതിൽ ആഡ് ചെയ്യുന്നില്ലല്ലോ. ഇത് സൂപ്പറാ. അങ്ങനെ ചെയ്യാൻ മടിയില്ലാത്ത ആളുകൾ, ഇപ്പൊ കുറെ ആളുകൾക്ക് മടിയാ. അതെല്ലാം നമ്മൾ മേടിക്കുന്നവരാ. ഡെലിവറി ബോയ് ഒക്കെ എവിടെ നോക്കിയാലും ഉണ്ട് ഫുഡിന്റെ അതിലൊക്കെ പോണവര്. ഇനി നല്ല പോലെ തീ കുറച്ച് വെക്കണം. ഇനി നമ്മൾ മുളക് പൊടി ഇടാൻ പോവല്ലേ, കരിയാനും പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മുളക് പൊടി കുറച്ചിടണുള്ളൂ. സുമയുടെ കൊച്ചിനും സുമയ്ക്കൊന്നും എരിവ് വേണ്ട. എനിക്കിപ്പോ എരിവ് കുറച്ചിടുന്നത് നല്ലതാ. ഇപ്പൊ ചക്ക കറിക്കായാലും പച്ചക്കറിക്കൊക്കെ എരിവ് വളരെ മീൻ മറിച്ചൊക്കെ ആണെങ്കിൽ എരിവ് ഇടണം. ഇതിനൊക്കെ എരിവ് കുറച്ചിടുന്ന നല്ലോണം മൂക്കണം. ഇതിന്റെ ഒരു മൂത്ത മണം വരണം. അത് കൊണ്ടേ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാല് തീയൊക്കെ വളരെ സ്ലോവിലിട്ടിട്ട് വേണം ഈ മസാല, അതായത് മുളക് പൊടി ഇടണമെങ്കിൽ. എന്നിട്ട് ഇതിനൊരു നല്ലൊരു മൂത്ത സ്മെല്ലും മണം വരും, മൂപ്പിച്ചൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അന്നേരമാണ് നമ്മൾ ഇതുകൊണ്ട് ഇതിടാം. വേവിച്ച് വെച്ച് ചക്ക ഇടുക. മൂക്കൊന്നും സൂപ്പറായി. അപ്പൊ ഞാനിത് ഇതിനകത്ത് ഇടാം, കാണിച്ചു കൊടുത്തോളൂ. വെന്ത് ഉടയാൻ പാടില്ല ശരിക്കും പറഞ്ഞ. നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കിടക്കരുത്, എല്ലാതും നല്ല ഇതില് ഇതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കണം. കറിയിൽ ഉപ്പുണ്ട്, കറിയിൽ അധികം ഉപ്പിടണ്ട. നമുക്ക് പോരെങ്കിൽ നമുക്ക് കഞ്ഞിയിൽ ഉപ്പിട്ട് കഴിക്കാമല്ലോ. ഉപ്പും നന്നായിട്ട് കൂട്ടണത് നല്ലതല്ല. ഉപ്പ് എപ്പോഴും പിന്നാക്കം നിൽക്കണത് നല്ലതാണ്. പണ്ടൊക്കെ ഞാൻ ഉപ്പിന്റെ ആളായിരുന്നു, ഇപ്പൊ അതെല്ലാം ഞാൻ നോർമലാക്കി. ഓക്കെ ഗൈസ്, എന്താ സൂപ്പർ, രക്ഷയില്ല. അപ്പൊ ഇനി ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് കണ്ട, കഞ്ഞി ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല കുത്തരി കഞ്ഞി, നല്ല ചൂട് ആവി പറക്കുന്നുണ്ട്. അപ്പൊ കഞ്ഞി ഞാൻ കുടിക്കാറില്ല, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി വീഡിയോക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരണതാ. നോക്കിയോളൂ, കുറച്ച് കഞ്ഞി മതി എനിക്ക്, അധികം വെള്ളം പാടില്ല, ഇത്തിരി മതി. അപ്പൊ ഇതാണ് എൻ്റെ ഭക്ഷണം. ഇനിയിപ്പോ ഞാൻ ഒന്നും കഴിക്കില്ല. അപ്പൊ കണ്ട ഗൈസ്, എന്താ ടേസ്റ്റ് നോക്കൂ, നല്ല സൂപ്പർ കറി. ഇതിനെ ഞാൻ ഈ കറി ഉണ്ടല്ലോ ഇതിലോട്ട് ഇടുള്ളൂ. ഓക്കെ, എനിക്ക് അങ്ങനെ ഇട്ട് കഴിക്കണത് ഇഷ്ടം. എൻ്റെ കറി കഴിഞ്ഞു. ഇനി സുമയ്ക്കും അവരൊക്കെ കൊണ്ടുപോട്ടെ. പിന്നെ ഞാൻ കുറച്ച് മോരുണ്ടല്ലോ, ഇതിൽ ഉള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക് ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെയും കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടം. തൈര് ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്. ഇതിൽ ഉപ്പൊക്കെ ഇട്ട് ഞാൻ അരച്ച് വെച്ചിരിക്കുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു തോരൻ ഉണ്ടായാൽ ഉച്ചയ്ക്ക് ഞാൻ ഇട്ട് കഴിക്കും. ഓക്കെ, അപ്പോൾ ദേ കറി കഴിച്ച് ഞാൻ കാണിച്ചു തരാം ഗൈസ്. നോക്ക്, ചൂടുണ്ട്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും വെച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ പറയാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ നാട്ടിലൊക്കെ ചക്ക കഴിഞ്ഞോ എന്നറിയില്ല, രക്ഷയില്ല ഗൈസ്. ഞാനിത് സുമയ്ക്ക് കൂടി കൊടുത്തു നോക്കട്ടെ. കഴുകാൻ പോയതാ ഗൈസ്.
ചൂടാ നമ്മൾ കൊച്ചിനെ ചുമ്മാ കഴിച്ചോളൂ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പർ. അപ്പോൾ കഞ്ഞി റെഡി. ഇതേ കഞ്ഞി ഇനിയിപ്പോൾ നമ്മൾ കഞ്ഞി എല്ലാവരും 3 ആളും കുടിക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നിങ്ങൾ വൈകുന്നേരം നേരം കഞ്ഞിയും എന്തെങ്കിലും തോരൻ, ഇപ്പം ചക്ക ഉപ്പേരി തന്നെ വേണമെന്നില്ല, ചെറുപയർ വയ്ക്കാം, മറ്റേ നമ്മൾ വൺപയർ വയ്ക്കാം, നമ്മൾ ഇഷ്ടമുള്ളത് വയ്ക്കാം. പക്ഷേ ചെറുപയർ ഹെൽത്തിയാണ്, അത് വയ്ക്കുക. ഇതൊക്കെ നമ്മൾ സീസൺ സമയത്ത് നമുക്ക് കിട്ടുള്ളൂ. വെച്ചിട്ട് നമ്മൾ വൈകുന്നേരം നേരം കഞ്ഞി വെച്ച് ഭാര്യയും മക്കളും അല്ലെങ്കിൽ കൂട്ടുകാരന്മാരും എല്ലാവരും വെച്ച് സൂപ്പർ, ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.